നാട്ടിലെ നല്ലൊരു ശതമാനം ആളുകൾ കൊല്ലപ്പെടുക, മറ്റുള്ളവർക്ക് മാരകമായ പരിക്കേൽക്കുക, ആ ജനതയെ മുഴുവൻ നിരന്തരം ഉപരോധത്തിൽ നിർത്തുക, ഇതൊക്കെയാണ് ഗാസയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ 7-ന് ശേഷം 38,000-ലധികം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു. 10,000-ങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. ആ ജനസംഖ്യയിൽ ആരുമില്ല ദുരന്തമേൽക്കാത്തവരായിട്ട്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി കരുതും ഇസ്രയേൽ യുദ്ധം ജയിച്ചുവെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇസ്രയേൽ തോൽക്കുകയാണ്. ഗാസയെ ഇത്രമേൽ ഞെരുക്കിയിട്ടും നശിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടും ഇസ്രയേൽ തോക്കുന്നത് എങ്ങനെയാണ് പരിശോധിക്കാം. 23 ലക്ഷം മനുഷ്യർ തിങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന ഏകദേശം 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള പ്രദേശമാണ് ഗാസ മുനമ്പ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ അത് എത്ര ചെറുതാണെന്ന കാര്യം മനസ്സിലാകും. ആലപ്പുഴ ജില്ലയില്ലേ, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 1414 ചതുരശ്ര കിലോമീറ്റർ ആണ്. അവിടെയുള്ള ആകെ ജനസംഖ്യ 21 ലക്ഷവും. അപ്പോൾ ഗാസയുടെ ഏകദേശ രൂപം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില അടിസ്ഥാന കാര്യങ്ങൾ കൂടി പറയണം. ഒക്ടോബർ 7-ന് ഹമാസ് എന്ന പലസ്തീൻ വിമോചന സായുധ പ്രസ്ഥാനം ഇസ്രയേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ആർക്കും പെട്ടെന്ന് അങ്ങനെ മറക്കാൻ കഴിയില്ല. ഏകദേശം 1200 ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും 240 പേർ ഹമാസിന്റെ ബന്ദികളാക്കപ്പെടുകയും ചെയ്ത ആക്രമണം. അന്നുണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തിൽ നിന്ന് കരകയറാൻ ഉടനടി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുൻപിൽ ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ: ഗാസ ആക്രമിക്കുക, ഹമാസിനെ ഇല്ലാതാക്കുക. ആദ്യം മിസൈലുകളും വ്യോമ സൈനിക ശക്തിയും പ്രയോഗിച്ചു. പിന്നീട് കരയാക്രമണവും ഇസ്രയേൽ നടത്തി. אנחנו במלחמה ואנחנו ננצח בה. തകർക്കാൻ കഴിയുന്നതിന്റെ പരമാവധി ഇസ്രയേൽ സൈന്യം തകർത്തെറിഞ്ഞു. 14,000 കുട്ടികൾ ഉൾപ്പെടെ 38,000-ലധികം പേരെ കൊന്നൊടുക്കി. ഭക്ഷണവും വൈദ്യുതിയും കുടിവെള്ളവും ഉൾപ്പെടെ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സകല വസ്തുക്കളും ഗാസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. ഹമാസിനെ ഇല്ലാതാക്കാനായിരുന്നു ലോക മനസാക്ഷി അപലപിച്ച ഈ കൂട്ടക്കുരുതി. പക്ഷേ ചോദ്യം, എന്നിട്ട് ഇസ്രയേൽ ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടിയോ എന്നതാണ്. ഒരു ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലിടുക്കും, തെക്കു പടിഞ്ഞാറ് ഈജിപ്തും കിഴക്കും വടക്കും ഇസ്രയേലുമായും കരയാതിർത്തി പങ്കിടുന്ന ഗാസയിലേക്ക് കടന്നു കയറുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഒരേ ഒരു കാര്യം: ഹമാസിനെ തകർക്കും, ഗാസയെ ഹമാസ് മുക്തമാക്കും. പക്ഷേ 2024 ജൂൺ 19-ന് ഇസ്രയേൽ സൈന്യത്തിന്റെ പ്രധാന വക്താവ് റെയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വാസ്തവം തുറന്നു പറഞ്ഞു. ഹമാസ് ഒരു ആദർശമാണ്, ഒരു പാർട്ടിയാണ്. ജനഹൃദയങ്ങളിലാണ് അത് വേരുറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. ഇസ്രയേലിന്, നെതന്യാഹു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി, ഗാസയിൽ വേണ്ടിയിരുന്നത് അടിയന്തിരവും ഏകപക്ഷീയവുമായ വിജയമായിരുന്നു. നെതന്യാഹു എന്ന ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നേതാവിന് അതുകൂടാതെ കഴിയില്ലായിരുന്നു. ഒപ്പം ബന്ദികളാക്കപ്പെട്ട 240 പേരെ മോചിപ്പിക്കുകയും ഇസ്രയേലിന്റെ തിരിച്ചടിക്കാനുള്ള ശക്തി തെളിയിക്കുകയും ചെയ്യണമായിരുന്നു. അങ്ങനെ തങ്ങൾക്ക് ആഗോളതലത്തിലുണ്ടായ നാണക്കേട് ഇല്ലാതാക്കാമെന്ന് നെതന്യാഹുവും തീവ്ര വലതുപക്ഷവും കണക്കുകൂട്ടി. എന്നാൽ ഇത്രയധികം മാസങ്ങൾ പിന്നിട്ടിട്ടും ഇസ്രയേൽ സൈന്യം തന്നെ ഈ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിയുന്നു. സൈനിക വക്താവിന്റെ തുറന്നു പറച്ചിലും ജൂലൈ 2-ന് ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും അതിന് അടിവരയിടുന്നു. ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ ഇസ്രയേൽ സൈന്യത്തിന്റെ ഉന്നത നേതൃത്വം ആഗ്രഹിക്കുന്നുവെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിൽ മരിച്ചവരും ഇനി ജീവിച്ചിരിക്കുന്നവരുമായ 120ഓളം ഇസ്രയേലികളെ മോചിപ്പിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം വെടിനിർത്തലാണെന്നും അവർ കരുതുന്നു. ഇസ്രയേൽ സൈന്യത്തിൽ നിലവിലുള്ളതും നേരത്തെ ഉണ്ടായിരുന്നവരുമായ 6 സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള അഭിമുഖം കൂടി ഉൾപ്പെടുത്തിയാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു യുദ്ധത്തിലെ തോൽവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത്, കേവലം എത്ര പേരെ കൊന്നൊടുക്കി എന്നതിലല്ല തീരുമാനിക്കപ്പെടുന്നത്. ഒരാക്രമണം നടത്തുമ്പോൾ അതിന് പിന്നിലുള്ള ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചോ, അല്ലെങ്കിൽ അതിലൂടെ ഒരു രാജ്യം എന്തൊക്കെ നേട്ടമുണ്ടാക്കി എന്നതൊക്കെ അതിൽ പ്രധാനമാണ്.
അപ്പോൾ പറഞ്ഞു വന്നത് ഗാസ അധിനിവേശത്തിൽ ഇസ്രയേൽ തോൽക്കുന്നതിനെ കുറിച്ചാണ്. അതെന്തുകൊണ്ട് എന്നത് ഇനി പറയാം. ഇസ്രയേൽ ഗാസയെ ആക്രമിച്ച ദിവസം മുതൽ ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ലെബനനിലെ സായുധ വിഭാഗം ഹിസ്ബുള്ള ഇസ്രയേലിന് ഒരു വെല്ലുവിളിയായി രംഗത്തുണ്ടായിരുന്നു. ഇറാന്റെ പിന്തുണയുള്ള ഷിയ സായുധ വിഭാഗമാണ് ഹിസ്ബുള്ള. ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലുള്ള മേഖലകളിലേക്ക് അവർ നിരന്തരം മിസൈൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അതുകാരണം ഏകദേശം 60,000 ഇസ്രയേലികൾക്കാണ് അതിർത്തി മേഖലയിൽ നിന്ന് കുടിയിറങ്ങേണ്ടി വന്നത്. ഇവർക്ക് തിരികെ പോകണമെങ്കിൽ അതിർത്തി മേഖല ശാന്തമാകണം. അതിനുള്ള പോംവഴി ഒന്നുകിൽ ഹിസ്ബുള്ളയെ തകർക്കണം, അല്ലെങ്കിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. ഹിസ്ബുള്ളയെ തകർക്കണമെങ്കിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ അക്കാര്യം നിലവിൽ അചിന്തനീയമാണ്. കാരണം ഹമാസിനേക്കാൾ ശക്തമായ സായുധ സംഘമാണ് ഹിസ്ബുള്ള. അതുമല്ല, നിലവിൽ ഇസ്രയേലിന് നേരിടേണ്ടി വന്നതിനേക്കാൾ കടുത്ത നാശനഷ്ടമായിരിക്കും അതുണ്ടാക്കുക. നിലവിൽ ഗാസയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് പെട്ടെന്ന് ഹിസ്ബുള്ളയുമായ ഒരു യുദ്ധം എന്നത് നല്ലൊരു ഓപ്ഷനും ആയിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ആശയക്കുഴപ്പത്തിന് നടുക്കാണ് ഇസ്രയേൽ. തങ്ങളെ ആക്രമിച്ചിട്ടും ഹിസ്ബുള്ളയ്ക്ക് തക്കതായ മറുപടി കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇസ്രയേൽ എന്ന് ചുരുക്കം. ഇതെല്ലാം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്നൊക്കെ അവകാശപ്പെട്ടിരുന്ന ഇസ്രയേലിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ മറ്റൊരു വലിയ ശക്തിയായ ഇറാനാണ്. മേഖലയിലാകെ ഹമാസ്, ഹിസ്ബുള്ള, ഇസ്ലാമിക് ജിഹാദ്, ഹൂതി ഉൾപ്പെടെ നിരവധി പ്രോക്സി സായുധ സംഘങ്ങളുള്ള രാജ്യമാണ് ഇറാൻ. ഗാസയിലെ അധിനിവേശം ആരംഭിച്ചപ്പോൾ 2 സൈനിക സമീപനങ്ങളാണ് ഇസ്രയേൽ സ്വീകരിച്ചിരുന്നത്. ആദ്യത്തേത് ഗാസയെ ആക്രമിക്കുക, രണ്ടാമത്തേത് മേഖലയിലുടനീളമുള്ള ഹമാസിന്റെ സഖ്യകക്ഷികളെ ആക്രമിക്കുക. ഹിസ്ബുള്ളയെ കൂടാതെ സിറിയയിലെ ഇറാൻ സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടും ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. 2024 ഏപ്രിൽ 1 സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാൻ എംബസി ആക്രമിച്ച് ഇറാന്റെ മുതിർന്ന ജനറലിനെ കൊന്നിടത്താണ് നെതന്യാഹുവിനും സംഘത്തിനും ആദ്യം പിഴയ്ക്കുന്നത്. ശരിക്കും ഇസ്രയേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തിയതിന് പിന്നിലെ ഏറ്റവും വലിയ ലക്ഷ്യം തങ്ങളുടെ തിരിച്ചടിക്കാനുള്ള ശേഷി ലോകത്തിന് മുൻപിൽ പ്രകടിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഇറാന്റെ സൈനിക നേതാവിനെ വധിച്ചതോടെ വലിയ തോതിലല്ലെങ്കിൽ പോലും ഇറാൻ തിരിച്ചടിച്ചു. ഗാസയിലെ ആക്രമണവും ഹിസ്ബുള്ളയുടെ ഭീഷണിയും നിലനിൽക്കെയാണ് ഏപ്രിൽ 14 ഇറാന്റെ വ്യോമാക്രമണം കൂടി ഉണ്ടാകുന്നത്. തിരിച്ചടിക്കാനുള്ള ശേഷിയിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രയേൽ പക്ഷേ ഇറാനെ പാഠം പഠിപ്പിക്കാൻ തുനിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം ഒരിക്കൽ പോലും ഇറാൻ സൈനിക നേതാക്കളെ ആക്രമിക്കാനും തുനിഞ്ഞിട്ടില്ല. ഇറാനെ ഇനി തിരിച്ചടിക്കാൻ തുനിയരുതെന്ന മുന്നറിയിപ്പ് അമേരിക്കയും നൽകിയിരുന്നു. ഇവിടെയെല്ലാം ഇസ്രയേലിന്റെ എല്ലാത്തരം മുൻ അവകാശവാദങ്ങളുമാണ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് ഇസ്രയേലിന് നയതന്ത്രപരമായി ഏറ്റ പ്രധാന തിരിച്ചടികളിലൊന്ന്. 2023 ഒക്ടോബർ 7 മുൻപ് ഇസ്രയേലിന്റെ അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധം അമേരിക്കയുടെ സഹായത്തോടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി 2020 സെപ്റ്റംബർ 15 ഒപ്പിട്ട അബ്രഹാം അക്കോർഡ്സ് അതിനൊരു ഉദാഹരണമാണ്. സൗദിയുമായുള്ള ഇസ്രയേൽ ബന്ധം പോലും നോർമലൈസേഷന്റെ വക്കിലെത്തി നിൽക്കുമ്പോഴായിരുന്നു ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാകുന്നത്. അതോടെ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നോർമലൈസേഷൻ പദ്ധതിയിൽ നിന്ന് പാടെ പിന്മാറി. 1967 പദ്ധതി പ്രകാരം പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാനുള്ള വ്യക്തമായ പദ്ധതി ഇല്ലാത്തിടത്തോളം കാലം ഇസ്രയേലുമായി ഒരു ബന്ധത്തിനുമില്ല എന്ന നിലപാടിലാണ് സൗദി. മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാടും സമാനമാണ്. ഭരണകൂടങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിലും ഇസ്രയേൽ വിരുദ്ധത അറേബ്യൻ ജനങ്ങൾക്കിടയിൽ വലിയൊരു വികാരമായി അലയടിക്കുന്നതിനാൽ അതിന് സാധിക്കില്ല എന്നതാണ് ശരിക്കും വാസ്തവം. ഹമാസിന്റെ ആക്രമണത്തോടെ ഇസ്രയേൽ ഇത്രയും വർഷങ്ങൾ പലസ്തീൻ ജനതയോട് ചെയ്ത എല്ലാത്തരം കൊള്ളരുതായ്മകളെയും മറച്ചുപിടിക്കാനുള്ള വലിയൊരു സംഘടിത ശ്രമം നടന്നിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങളും വലതുപക്ഷ ഭരണകൂടങ്ങളും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രയേൽ ഗാസയിൽ അധിനിവേശം ആരംഭിച്ചതോടെ കാര്യങ്ങൾ ക്രമേണ മാറിമറിയുകയായിരുന്നു. ആക്രമണം 8 മാസം പിന്നിടുമ്പോൾ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പിൻബലമായ അമേരിക്കയിൽ പോലും കടുത്ത പ്രതിഷേധമാണ് സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ ഉയരുന്നത്. അമേരിക്കയിലെ ക്യാമ്പസുകളിൽ സമീപകാലത്ത് ഒന്നും കാണാത്ത തരത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനമാണ് നടക്കുന്നത്. അമേരിക്ക എത്രയൊക്കെ തടയാൻ ശ്രമിച്ചിട്ടും ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN സെക്യൂരിറ്റി കൗൺസിലിൽ 2 പ്രമേയങ്ങളും പാസായി. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ വംശഹത്യ കേസും നിലവിലുണ്ട്.
അതിന്റെ ഭാഗമായി മെയ് മാസത്തിൽ റഫായിലെ ആക്രമണം അവസാനിപ്പിക്കാൻ ജൂതരാഷ്ട്രത്തോട് ICJ ആവശ്യപ്പെട്ടിരുന്നു. ഫലത്തിൽ ആഗോളതലത്തിൽ ഇസ്രയേലിന്റെ ഇരവാദമാണ്, അതായത് തങ്ങളാണ് ഇരകളായത് എന്ന വാദമാണ് ഇതിലൂടെ എല്ലാം പൊളിഞ്ഞു വീണത്. ഇത്രയും നേരം പറഞ്ഞത് അത്രയും ഇസ്രയേലിന്റെ തന്ത്രപരമായ തോൽവികളുടെ കാര്യങ്ങളാണ്. ഇനി പറയാൻ പോകുന്നത് അവർക്കുണ്ടായ ധാർമ്മിക തോൽവിയുടെ കാരണമാണ്. നേരത്തെ പറഞ്ഞ അറബ് രാജ്യങ്ങളുമായുള്ള നോർമലൈസേഷൻ പ്രക്രിയയിലൂടെ ഇസ്രയേൽ മറച്ചു പിടിച്ചൊരു കാര്യമുണ്ട്. അത് പലസ്തീൻ രാഷ്ട്രമെന്ന ആവശ്യത്തെ ഫലത്തിൽ ഇല്ലാതാക്കുക എന്നതായിരുന്നു. എന്നാൽ ഒക്ടോബർ 7 പിന്നാലെ പലസ്തീൻ പ്രശ്നം പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. 2024 മെയ് മാസത്തിൽ 3 യൂറോപ്യൻ രാജ്യങ്ങൾ അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നിവ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച് മുന്നോട്ട് വന്നിരുന്നു. പലസ്തീൻ പ്രശ്നത്തെ തുടച്ചു നീക്കുക എന്ന ഇസ്രയേൽ നയത്തിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ് ഈ തിരിച്ചടി. മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ് ഒരിക്കൽ കൂടി ആവർത്തിക്കാനുള്ളത്. ഒരു യുദ്ധത്തിന്റെയും ജയപരാജയം കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം പരിഗണിച്ചല്ല തീരുമാനിക്കപ്പെടുന്നത്. അതിന്റെ ഭൗമരാഷ്ട്രീയ ധാർമ്മിക വിജയം കൂടി പരിഗണനാ വിഷയമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇസ്രയേലി മാധ്യമപ്രവർത്തകൻ കുറിച്ചതുപോലെ ഒക്ടോബർ 7 തന്നെ ഇസ്രയേൽ തോറ്റിരിക്കുന്നു. കവണയും കല്ലുമായി മെഷീൻ ഗണ്ണുകളെ നേരിടാനിറങ്ങിയ ഒരു സമൂഹത്തിന് മുൻപിലാണ് അങ്ങനെ ഒരു തിരിച്ചടി ഏൽക്കുന്നത് എന്നതാണ് കൂടുതൽ പ്രസക്തം.